എന്തൊരു നാടാണ്! ഇവിടെ ഉള്ളവരൊക്കെ മനുഷ്യര് തന്നെയാണോ? ഉടുതുണി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ കടയിലെ തുണികളെല്ലാം വാരി ചാക്കിലാക്കി കൊടുക്കുന്ന തെരുവ് കച്ചവടക്കാർ, അമ്മ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ മാറി മാറി മുലയൂട്ടുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ അമ്മമാർ, മകളുടെ കല്യാണം മുടങ്ങുമെന്ന് പേടിച്ച് കരഞ്ഞു പറഞ്ഞ അമ്മയോട് സ്വർണം തരാമെന്നും കല്യാണത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകാമെന്നും പറഞ്ഞു മറ്റു ചിലർ, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന ലോറിയിൽ തടഞ്ഞു വെച്ച് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന നാട്ടുകാർ, വീട് വൃത്തിയാക്കാൻ ഒഴുകിയെത്തുന്ന യുവാക്കളെ നിയന്ത്രിക്കാനാവാത്ത കളക്ടറും ഉദ്യോഗസ്ഥരും, സ്വന്തം ജീവൻ പണയം വെച്ചും എല്ലാം കളഞ്ഞ് ഓടി വന്ന കടലിന്റെ മക്കൾ, രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന പോലീസുകാരും പട്ടാളവും നാട്ടുകാരും. ഈശ്വര, ഇനി ആരും ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കരുത്. ഇത് ദൈവമുള്ള നാടാണ്, നമ്മുടെ സ്വന്തം. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നമ്മളത് ശരിക്കും ഒറ്റക്കെട്ടായിട്ട്, കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിനാ വരുന്നേ, ഞങ്ങളെ കാണിക്കണ്ടേ പറഞ്ഞു. ആന രണ്ട് കണ്ണുക അതിന്റെ കാലിന്റെ ഒറ്റ നേരം ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് ആരല്ലത് എന്ന് പറഞ്ഞു തരും. ഞങ്ങൾക്ക് ആരല്ലത് വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേ മഴമാ
കൂട്ടാക്കാതെ നിവർന്നു നിന്ന് ചങ്കുറപ്പോടെ പോരാടിയ കേരളത്തിന്റെ പോരാട്ട വീര്യമുണ്ടല്ലോ. പ്രതിസന്ധികൾ എന്തൊക്കെ തന്നെ ഉണ്ടായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കുക തന്നെ ചെയ്യും. ഇത് കേരളമാണ്, അതിജീവനത്തിന്റെ നാട്.